നമസ്കാരം 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം മലബാറിന്റെ പരിസ്ഥിതി തകർത്തുവെന്ന് ഡോക്ടർ KKN കുറുപ്പ്. ശബരിമലയിൽ ഭീകരാക്രമണ പ്രതിരോധ മോക്ക് ഡ്രിൽ. ഡൽഹിയിൽ നിന്ന് 150 NSG കമാൻഡോകൾ എത്തി. നിലവിളക്ക് കൊളുത്തിയ സംഭവത്തിൽ ഫാത്തിമ തഹ്ലിയ MLA തിരുത്തി സമസ്ത മുഷാവറ. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കാൻ സമസ്തയുടെ ആഹ്വാനം. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് തടസ്സം സൃഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ധവളപത്രത്തിലെ കണക്കുകൾ തള്ളി KMRL. കൊച്ചി മെട്രോ ലാഭത്തിലെന്ന് ഔദ്യോഗിക വിശദീകരണം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം മലബാറിന്റെ പരിസ്ഥിതി തകർത്തുവെന്ന് ഡോക്ടർ KKN കുറുപ്പ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രമുഖ ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ് തന്റെ പരിസ്ഥിതി ചിന്തകൾ പങ്കുവച്ചു. ബ്രിട്ടീഷ് അധിനിവേശത്തോടെയാണ് കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാറിന്റെ പരമ്പരാഗത കാർഷിക പരിസ്ഥിതി വ്യവസ്ഥയ്ക്ക് വലിയ തോതിൽ പോറലേറ്റതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കപ്പൽ നിർമ്മാണത്തിനും റെയിൽവേ പാതകൾ വികസിപ്പിക്കുന്നതിനുമായി മലബാറിലെ വനങ്ങളിൽ നിന്ന് വൻതോതിൽ തേക്കും ഈട്ടിയും വെട്ടിമുറിച്ചു കടത്തിയ ചരിത്രം കൊളോണിയൽ ചൂഷണത്തിന്റെ കറുത്ത അധ്യായമാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവൽ ഉദ്ധരിച്ചുകൊണ്ട് കൊളോണിയൽ വികസന യുക്തി പ്രകൃതി വിരുദ്ധമായിരുന്നു എന്നതിന്റെ ചരിത്രപരമായ സാക്ഷ്യപത്രങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പ്രകൃതി സംരക്ഷണം എന്നത് പാശ്ചാത്യരിൽ നിന്ന് കടം കൊണ്ട ആശയമല്ലെന്നും കാവുകളും തെയ്യങ്ങളും അടങ്ങുന്ന നമ്മുടെ പാരമ്പര്യ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശബരിമലയിൽ ഭീകരാക്രമണ പ്രതിരോധ മോക്ക് ഡ്രിൽ. ഡൽഹിയിൽ നിന്ന് 150 NSG കമാൻഡോകൾ എത്തി. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്തും പമ്പയിലും സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത മോക്ക് ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കി. ഡൽഹിയിൽ നിന്നെത്തിയ 150ഓളം NSG കമാൻഡോകൾ, കേരള പോലീസിന്റെ 30 കമാൻഡോകൾ, 50ഓളം ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ പ്രതിരോധ പരിശീലനത്തിൽ പങ്കെടുത്തത്. തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ബന്ദികളെ മോചിപ്പിക്കുന്നതും ഭീകരരെ കീഴടക്കുന്നതും എങ്ങനെയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പമ്പയിൽ വെച്ചുള്ള ഈ പ്രത്യേക സംയുക്ത നീക്കം. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPSഉം NSGയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ അടിയന്തര സുരക്ഷാ പരിശീലനത്തിന് നേരിട്ട് നേതൃത്വം നൽകി. സന്നിധാനത്തും പമ്പയിലും പ്രത്യേകം പ്രത്യാക്രമണ പ്രതിരോധ പരിശീലനങ്ങളാണ് ഇതോടനുബന്ധിച്ച് വിജയകരമായി സംഘടിപ്പിച്ചത്. നിലവിളക്ക് കൊളുത്തിയ സംഭവത്തിൽ ഫാത്തിമ തഹ്ലിയ MLA തിരുത്തി സമസ്ത മുഷാവറ. ഇസ്ലാമിക ആചാരങ്ങൾ വർജിക്കാൻ സമസ്തയുടെ ആഹ്വാനം. പേരാമ്പ്രയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ ഫാത്തിമ തഹ്ലിയ MLA നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യാപകമായ ചർച്ചകൾ ഉയർന്ന സാഹചര്യത്തിലാണ് സമസ്ത ഇപ്പോൾ ഔദ്യോഗിക തീർത്തുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അനിസ്ലാമികമായ ആചാരങ്ങളും ഇതര മതസ്ഥരുടെ ആചാരങ്ങളും വിശ്വാസികൾ വർജിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. കോഴിക്കോട് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് ഈ നിലവിളക്ക് വിവാദം പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നത്. വിഷയത്തിൽ സംഘടനയുടെ പരമ്പരാഗത മതപരമായ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സമസ്തയുടെ പുതിയ വിശദീകരണം. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് തടസ്സം സൃഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഡൽഹി സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി VD സതീശൻ താമസിച്ച കൊച്ചിൻ ഹൌസിന് സമീപം അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിച്ച 2 ജീവനക്കാർക്കെതിരെ അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇടത് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കളായ മനോജ് കുമാർ MS, ജയപ്രസാദ് എന്നിവർക്കാണ് ഡൽഹിയിലെ കേരള ഹൌസ് അഡീഷണൽ റെസിഡൻസ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നോട്ടീസ് നൽകിയത്. കറുത്ത പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ എഴുതിയ ഫ്ലെക്സ് ബോർഡ് Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുവെന്നാണ് പ്രധാന ആരോപണം. റെസിഡന്റ് കമ്മീഷണറുടെ നടപടികൾക്കെതിരെ ഇടത് സംഘടന സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടും അത് പാലിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. ഈ ഗുരുതരമായ അച്ചടക്ക ലംഘനത്തിന് 7 ദിവസത്തിനകം കൃത്യമായ മറുപടി നൽകാനാണ് നിലവിൽ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ധവളപത്രത്തിലെ കണക്കുകൾ തള്ളി KMRL. കൊച്ചി മെട്രോ ലാഭത്തിലെന്ന് ഔദ്യോഗിക വിശദീകരണം. നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ സമർപ്പിച്ച ധവളപത്രത്തിലെ കണക്കുകൾ പൂർണ്ണമായും തള്ളി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്.
മെട്രോയുടെ പ്രവർത്തനം നഷ്ടത്തിലാണെന്ന വാദം തെറ്റാണെന്നും നിലവിൽ കൊച്ചി മെട്രോ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ദൈനംദിന പ്രവർത്തന ചിലവുകൾക്കായി മെട്രോ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ ആശ്രയിക്കുന്നില്ലെന്ന് KMRL അധികൃതർ ഔദ്യോഗിക കണക്കുകൾ നിരത്തി വ്യക്തമാക്കി. പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2022-23 വർഷത്തിൽ 5.35 കോടിയും 2023-24 22.94 കോടിയും 2024-25 33.34 കോടി രൂപയുമാണ് മെട്രോയുടെ പ്രവർത്തന ലാഭം. നടപ്പു സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തന ലാഭം 50 കോടി രൂപയോളം ഉയരുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ.